അപ്പം ഇപ്പം സമയം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. ഇപ്പം എന്ത് കഴിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണം. അപ്പം നമുക്ക് ഇപ്പി ഉണ്ടാക്കിയാലോ? ന്യൂഡിൽസിൽ ഇടാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറി എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് സവോള, പച്ചമുളക്, ക്യാരറ്റ് എന്നിവയാണ്. പിന്നെ ഗ്രീൻ പീസൊക്കെ സോയാബീനല്ല ബീൻസ്, പിന്നെ ഗ്രീൻ പീസൊക്കെ ഇടും തോന്നുന്നു. ഇവിടെയുള്ള സാധനം ആകെ ഈ 3 സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിടാം. കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം പച്ചമുളക് കട്ട് ചെയ്യാം, പിന്നെ ക്യാരറ്റ്. അപ്പോൾ എല്ലാം കുഞ്ഞതായിട്ട് കട്ട് ചെയ്താൽ കുറച്ചും കൂടി രസമായിരിക്കും, കഴിക്കാനും നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇപ്പിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാണ്. ക്യാരറ്റ്, പച്ചമുളക്, സവോള. ഇപ്പം പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇടാൻ നമുക്ക് സവോള ആദ്യം ഇട്ട് എല്ലാം കൂടെ അങ്ങോട്ട് സവോള, പച്ചമുളക്, ക്യാരറ്റ്. പാനിലെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് കുറച്ച് കൂടുതലായി പോയായിരുന്നു. ഇപ്പിയുടെ 2 പാക്കറ്റ് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. വേഗം മസാല വെച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. പൊട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പിയുടെ 2 റൗണ്ട് എടുത്ത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അങ്ങനെ ഫൈനലി നമ്മളുടെ ഇപ്പി റെഡി ആയിട്ടുണ്ട്. കൊള്ളാം, പക്ഷെ കുറച്ച് ഉപ്പ് അധികമായിപ്പോയി. ഞാൻ ഉള്ളിയൊക്കെ വടുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടിപ്പോയി തോന്നുന്നു. ബാക്കി നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല സ്പൈസിയാണ്. ഇപ്പിയുടെ മസാലേൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളകും കൂടി ഇട്ടതുകൊണ്ട് നല്ല എരിവുണ്ട്. ഉപ്പ് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അപ്പം ചെറുതായിട്ടൊന്ന് ഇപ്പി പാളിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, സ്പൈസിയൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം ഇന്നത്തെ ഇപ്പി വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.